Retail formats. Retail format is also known as retailing of products. ഒരു പ്രോഡക്റ്റിന് തന്നെ റീറ്റെയിലിംഗും ഉണ്ടാവും ഹോൾസെയിലിംഗും ഉണ്ടാവും. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് പ്രോഡക്റ്റ്സ് എന്ത് സാധനമായാലും എന്തൊരു പ്രോഡക്റ്റ് ആയാലും അത് വാങ്ങാം. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ കച്ചവടക്കാർ, അതായത് വലുതായിട്ട് വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കിയിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നവരാണ് റീറ്റെയിലേഴ്സ്. ഇങ്ങനെ ഇങ്ങനെ ഓരോ ഫോംസിനെയാണ് റീറ്റെയിലിങ്ങിൻ്റെ ഓരോ ഫോംസിനെയാണ് റീറ്റെയിൽ ഫോർമാറ്റ്സ് എന്ന് പറയുക. സക്സസ്ഫുൾ ആയിട്ടുള്ള റീറ്റെയിലേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിനെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആയിട്ടാണ് ശ്രമിക്കുക. കസ്റ്റമേഴ്സിനെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. റീറ്റെയിൽ മിക്സ് ഒരു പ്രോഡക്റ്റിൻ്റെ നേച്ചർ, അതിൻ്റെ സർവീസ്, പ്രൈസിങ് പോളിസി, അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു റീറ്റെയിൽ മിക്സ് അവർ നടത്തിക്കൊണ്ട് പോവുക. പിന്നെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഫോമിനെയാണ് റീറ്റെയിലിംഗ് എന്ന് പറയുക. ആർ കോൾഡ് റീറ്റെയിൽ ഫോർമാറ്റ്സ്. ഈ റീറ്റെയിൽ ഫോർമാറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഫോർമാറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു: സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സ് ആൻഡ് നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സ്. അതിൽ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സിൽ വരുന്നതാണ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ്, ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്, കൺവീനിയൻറ്റ് സ്റ്റോഴ്സ്, മാർജിൻ ഫ്രീ മാർക്കറ്റ്സ് എക്സെട്ര. നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സിൽ വരുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ടെയിൽ മാർക്കറ്റിംഗ്, ഓട്ടോമാറ്റിക് വെൻഡിങ്, ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എക്സെട്ര. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ്സിൽ ഫസ്റ്റ് വരുന്നതാണ് സൂപ്പർ മാർക്കറ്റ്സ്. സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡെയിലി ഇപ്പം എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സ്ഥലം. അതായത് ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്ത് എല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള, അതായത് ഫാസ്റ്റ് മൂവിങ് ആൻഡ് ബിസിയസ്റ്റ് വേൾഡാണ് ഇപ്പോഴത്തേത്. അപ്പോൾ പ്യൂപ്പിൾസിന് ഒരു ടൈം ഉണ്ടാവില്ല. കുറേ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പ് കയറി ഇറങ്ങാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ദേ ഡു നോട്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഫോർ ഷോപ്പിംഗ്. ടൈംസൊക്കെ ഏതൊരാൾക്കും ടൈം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും ആഗ്രഹിക്കുക അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്നിട്ട് ലഭ്യമാക്കാനാണ് അവർ വിചാരിക്കുക. അതവർക്ക് അവരുടെ ടൈമും എഫേർട്ടും സേവ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഡെവലപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങാൻ സാധിക്കും. കുറേ ഐറ്റംസ് എല്ലാം കൂടി ഒരു സ്ഥലത്തു നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങാൻ സാധിക്കും. ടേം സൂപ്പർ മാർക്കറ്റ്, സൂപ്പർ പ്ലസ് മാർക്കറ്റ് എന്നിങ്ങനെ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്. സൂപ്പർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വെരി ബിഗ് എന്നാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലേസ് വേർ ദ ബൈയിങ് ആൻഡ് സെല്ലിങ്, അവിടെ സെയിൽസും പർച്ചേസും ആണ് നടക്കുക. അപ്പോൾ ഈ രണ്ട് വേർഡായിട്ടുള്ള സൂപ്പർ പ്ലസ് മാർക്കറ്റിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള വേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് വെരി ബിഗ് മാർക്കറ്റ് എന്നാണ്. സൂപ്പർ മാർക്കറ്റ് ഒരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ട്രേഡിംഗ് ഓർഗനൈസേഷനാണ്. അവിടെ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഓരോ പ്രോഡക്ട്സും ഓരോരോ ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് തിരിച്ചിട്ട് ഓരോ സെക്ഷൻ ഉണ്ടാവും. ഫുഡിൻ്റെ സെക്ഷൻ, ഹൗസ് ഹോൾഡ് നെസസറീസിൻ്റെ ഓരോ സെക്ഷൻ, അങ്ങനെ. ദ എസെൻഷ്യൽ ഓഫ് സൂപ്പർ മാർക്കറ്റിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് സെൽഫ് സർവീസാണ്. അവിടെ സെയിൽസ് പീപ്പിൾസ് ഉണ്ടാവില്ല. ദർ ആർ നോ സെയിൽസ് പീപ്പിൾസ്. അവിടുത്തെ കസ്റ്റമേഴ്സ് തന്നെയാണ് അവിടുത്തെ സെയിൽസ്മാൻ. കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് സർവീസ് സ്റ്റോഴ്സ്. സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് USA അവിടെ എന്തായിരുന്നു അതിൻ്റെ ബിഗിനിങ് സമയത്ത് USA തുടങ്ങിയ സമയത്ത് അവിടെ സാധനങ്ങൾ സെല്ല് ചെയ്തിരുന്നത് ഗ്രോസറി ഐറ്റംസ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ മീറ്റ്സൊക്കെ ആയിരുന്നു സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്.
ബട്ട് നൗ ഇന്നത്തെ കാലത്ത് പക്ഷെ എല്ലാ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. ടെസ്കോ ആൻഡ് സേഫ്വേ ആണ് വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ്. ഇന്ത്യയിലാണെങ്കിൽ നാൻസ്, ഫുഡ് വേൾഡ്, നിൽഗ്രീസ് എക്സെട്ര ഒക്കെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സ് ആണ് ഇന്ത്യയിലുള്ള. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ലാർജ് സ്ക്വയർ ഫീറ്റിലായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് വന്ന് നിൽക്കാനോ അവർക്ക് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനോ ഒക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് പറയുമ്പോൾ 20,000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാകും. പിന്നെ അത് ഡീൽ ചെയ്യുക ഫുഡ് ഐറ്റംസ്, ഹൗസ് ഹോൾഡ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകും. സിമിലർ ഗുഡ്സൊക്കെ ഒരേ സ്ഥലത്തായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഫുഡ്സ് ഉണ്ടാവുക. സിമിലർ ഗുഡ്സൊക്കെ ഒരു സ്ഥലത്ത്, വേറെ ഗുഡ്സൊക്കെ അതുപോലെ അങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഗുഡ്സ് ഉണ്ടാവുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചറാണ് സെൽഫ് സർവീസ്. അതായത് കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ സ്വയം തിരഞ്ഞെടുക്കാൻ സാധിക്കും. അവിടെ ഒരു സെയിൽസ്മാൻ്റെയോ അല്ലെങ്കിൽ സെയിൽസ് ഗേളിൻ്റെയോ ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ക്യാഷ് ആൻഡ് ക്യാരി ഷോപ്പാണ്. ക്യാഷ് ആൻഡ് ക്യാരി ഷോപ്പാണ്. ദർ ആർ നോ ക്രെഡിറ്റ് ആൻഡ് ഡെലിവറി ഫെസിലിറ്റി. അവിടെ ക്രെഡിറ്റും ഡെലിവറി ഫെസിലിറ്റീസും ഒന്നുമില്ല. ഇൻ മോസ്റ്റ് കേസസ് ബയേഴ്സിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എല്ലാ ആർട്ടിക്കിൾസും അതിൻ്റെ ലേബൽ അടക്കമായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് എൻജോയ് എക്കണോമിക് ഓഫ് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ഇതെന്താണ് വളരെയധികം സൂട്ടബിളാണ് സൂപ്പർ മാർക്കറ്റ്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ്. അഡ്വാൻറ്റേജസ് ഓഫ് സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സെയിൽ വെരി ഹൈ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിൽ. കാരണം അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽ വോളിയം ഹൈ ആയിരിക്കും. ഇത് ആ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രോഫിറ്റ് ഹൈ ആക്കുന്നുണ്ട്. പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ പ്രോഫിറ്റ് ഹൈ ആക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വേരിയസ് ഐറ്റംസ് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള വേരിയസ് ഐറ്റംസ് ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. ഒരു ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള വേരിയസ് സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ കസ്റ്റമേഴ്സിന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ നിന്ന് കിട്ടുക. അതും ലോ പ്രൈസിൽ. കസ്റ്റമേഴ്സ് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ലോ പ്രൈസിലാണ് അവർക്ക് ഗുഡ്സ് ഇവിടെ നിന്ന് കിട്ടുക. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ദ കസ്റ്റമേഴ്സ് എൻജോയ് ഫുൾ ഫ്രീഡം ടു ബൈ ഓർ നോട്ട് ബൈ. അവർക്ക് വേണ്ട സാധനം മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം അവർക്കുണ്ട്. ഈസിലി അവർക്ക് ഐറ്റംസ് ചൂസ് ചെയ്യാനും കഴിയും. പിന്നെ അവരുടെ കാറായാലും ബൈക്കായാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവർ സൂപ്പർ മാർക്കറ്റിൻ്റെ താഴെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജസ് ആണ്. ക്യാഷിന് മാത്രമേ അവർ സാധനം സെല്ല് ചെയ്യുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് സവർ ലോസസ് അറൈസിങ് ഫ്രം ബാഡ് ഡെബ്റ്റ്സ്. അതുകൊണ്ട് തന്നെ ബാഡ് ഡെബ്റ്റ്സിൻ്റെ ഒരു മാറ്റർ അവിടെ വരുന്നില്ല. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജിൽ മെയിൻ വരുന്നതാണ് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ. കാരണം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് അത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉള്ള ഒരു ഓർഗനൈസേഷന് മാത്രമേ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. സെയിൽസ്മാൻ്റെ അസിസ്റ്റൻസിനെ ഒന്നും എടുത്ത് അവർ ഒരിക്കലും ആർട്ടിക്കിൾസ് കീപ്പ് ചെയ്യില്ല. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ സാധിക്കില്ല. ഹീസ് പ്രൊവൈഡ് വിത്ത് എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്. അവിടെ ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് മാത്രമേ അവർക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്നും കിട്ടില്ല. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി ഇല്ല. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സൂപ്പർ മാർക്കറ്റിൻ്റെ. കസ്റ്റമർ സർവീസ് ആർ ആബ്സെൻ്റ് ആണ്. ഒരു സെയിൽസ്മാനോ സെയിൽസ് ഗേളോ അവിടെ ഇല്ലാത്തതുകൊണ്ട് സെൽഫ് സർവീസ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ അവിടെ സർവീസിൻ്റെ ആബ്സെൻസ് ഉണ്ട്. കസ്റ്റമേഴ്സിനെ നല്ലോണം ഒരു ട്രീറ്റ് ചെയ്യുന്നില്ല. കസ്റ്റമേഴ്സിനെ ആരും സെർവ് ചെയ്യുന്നില്ല അവിടെ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദർ ആർ നോ സെയിൽസ് പീപ്പിൾസ്. അതുകൊണ്ട് തന്നെ സെയിൽസ് പീപ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് പേഴ്സണൽ കോൺടാക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പേഴ്സണലായിട്ട് ഒരാളോട് ചോദിക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.
അതായത് സിറ്റിയിലൊന്നും ഇത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ലാർജ് സ്പേസ്, ഒരു ബിൽഡിങ്ങിനൊക്കെ ലാർജ് സ്പേസ് ആവശ്യമാണ്. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ സ്റ്റോഴ്സാണ്. ഹൈപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വാറിന് ശേഷം ഫ്രാൻസിലാണ് ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹൈപ്പർ മാർക്കറ്റ് ഈസ് എ ഹ്യൂജ് റീറ്റെയിൽ ഫോർമാറ്റാണ്. അത്ര ഒരു ഹ്യൂജ് ആയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റാണ് ഹൈപ്പർ മാർക്കറ്റ്. അത് സൂപ്പർ സ്റ്റോഴ്സിനെക്കാട്ടും ലാർജാണ്. അതിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് 2,25,000 to 3,25,000 സ്ക്വയർ ഫീറ്റ് വരെയാണ് ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, സൈസ് റേഞ്ച് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ്സ് അവിടെ അവൈലബിൾ ആണ്. ഇറ്റ് യൂഷ്വലി സിറ്റുവേറ്റഡ് ഔട്ട് ഓഫ് ടൗൺസ്. ടൗൺസിൻ്റെ പുറത്തായിട്ടാണ് ഇത് യൂഷ്വലി കണ്ടുവരുന്നത്. ഇവിടെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. ഇത് സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ക്യാരി ചെയ്യുന്നുണ്ട്. ക്യാരി പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ഹൗസ് വെയർസ്, ലെഷർ ഗുഡ്സ്, ഗാർഡൻ സപ്ലൈസ്, മോട്ടീവ്, ടെലിവിഷൻ, സ്റ്റേഷനറീസ് എക്സെട്ര. സൂപ്പർ മാർക്കറ്റിൻ്റെ കോമ്പിനേഷനായിട്ട് കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്, ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി stores and grocery supermarket. All hypermarket focuses on low price and waste selection. Low പ്രൈസിൽ നല്ല പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാർക്കറ്റും മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഹൈപ്പർ മാർക്കറ്റ് ജർമ്മനിയിൽ അറിയപ്പെടുന്നത് ഗെയിൻഡ് സ്റ്റോഴ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും സൂപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈപ്പർ മാർക്കറ്റ് USA ഹൈപ്പർ മാർക്കറ്റ് ഫെയിലിയർ ആയിരുന്നു. അത് സക്സസ് ആയത് യൂറോപ്പ് ആൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. സ്പെൻസർ ബിഗ് ബസാർ ഈസ് എ ഫേമസ് ഹൈപ്പർ മാർക്കറ്റ്. ഫേമസ് ആയിട്ടുള്ള വേൾഡിലെ ഹൈപ്പർ മാർക്കറ്റാണ് സ്പെൻസർ ബിഗ് ബസാർ. നെക്സ്റ്റ് സൂപ്പർ സ്റ്റോഴ്സ്. ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ സൂപ്പർ സ്റ്റോഴ്സ് ക്യാരി ചെയ്യുന്നത് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ഐറ്റംസ് ആണ്. യൂഷ്വലി സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും ഇവിടെ സൂപ്പർ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് ആയിട്ടുള്ള എല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റോഴ്സ് സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ക്ലീനിങ്, ഓട്ടോമോട്ടീവ്, റിപ്പയർ, സ്നാക്ക് ബാർസ് അതൊക്കെ അവൈലബിൾ ആണ്. ഒരു കൺവെൻഷണൽ സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും ലാർജ് ആണ് സൂപ്പർ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. 13,000 നെക്സ്റ്റ് സൂപ്പർ ബസാറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ലാർജ് റീറ്റെയിൽ സ്റ്റോറാണ് സൂപ്പർ ബസാർസ് എന്ന് പറയാം. വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഒരു സിംഗിൾ റൂഫിൻ്റെ താഴെ നമുക്ക് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് സൂപ്പർ ബസാർ. The goods sold in super bazaar include consumers goods which are provided at wholesalers rates from manufacturers or wholesalers-ൻ്റെ റേറ്റിൽ നമുക്ക് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ അവൈലബിൾ ആണ്. The main difference between super bazaar and super market എന്ന് പറയുന്നത് സൂപ്പർ ബസാർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പിന്നെ ലേറ്റർ ജനറലി എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ. അത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സിമിലർലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ആൻഡ് സൂപ്പർ ബസാർ ഇസ് ദ ഫോർമർ ഈസ് യൂഷ്വലി റൺ ഓൺ സ്മോൾ സ്കെയിൽ വൈൽ ദ ലേറ്റർ ഈസ് എ ലാർജ് സ്കെയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. നെക്സ്റ്റ് ആണ് കോമ്പിനേഷൻ സ്റ്റോഴ്സ്. കോമ്പിനേഷൻ സ്റ്റോഴ്സ് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള
ഒരു സ്റ്റോറിൽ ഫുഡ് ഐറ്റംസും ഡ്രഗ്സ് ഒക്കെ 1 by 1 ആയിട്ടുള്ള ഒരു സ്റ്റോറിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കോമ്പിനേഷൻ സ്റ്റോഴ്സ് പറയുക. സൂപ്പർ സ്റ്റോറിനെക്കാട്ടും ലാർജറാണ് കോമ്പിനേഷൻ സ്റ്റോഴ്സ്. പിന്നെ ചെയിൻ സ്റ്റോഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് മൾട്ടിപ്പിൾ ഷോപ്സ്. Chain shop or multiple shop is a system of branch shop operated under a centralized management and dealing in similar lines of goods. സിമിലർ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും, ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും അത് സെൻട്രലൈസ് ചെയ്തിട്ടുണ്ടാവുക. ചെയിൻ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, ചെയിൻ ആയിട്ടാണ് ഉണ്ടാവുക. അതായത് ഓരോ ലൊക്കേഷനിലും അതിന് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാകും. ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവുക. അത് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക. ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. മെയിനായിട്ട് അവർക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ട്. ആ ഹെഡ് ഓഫീസ് ആയിരിക്കും ഈ ചെയിൻ സ്റ്റോഴ്സിനെ മൊത്തം കൺട്രോൾ ചെയ്തിട്ടുണ്ടാവുക. ഈ ഇങ്ങനത്തെ ചെയിൻ സ്റ്റോഴ്സിന് എക്സാമ്പിളാണ് മൾട്ടിപ്പിൾ ഷോപ്സ് ഇൻ ഇന്ത്യയിലുള്ള ബാറ്റ ഷൂ കമ്പനിക്കൊക്കെ ഓൾ ഓവർ ഇന്ത്യ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. കറോണ ഷൂ, ഡൽഹി ക്ലോത്ത് മിൽസ്, സിംഗർ സ്വിങ് മെഷീൻ കമ്പനി എക്സെട്ര, അതൊക്കെ ചെയിൻ സ്റ്റോഴ്സിന് എക്സാമ്പിളാണ്. പിന്നെ നാഷണൽ ബുക്സ് സ്റ്റാൾ ആൻഡ് മിൽമ ആർ പോപ്പുലർ മൾട്ടിപ്പിൾ ഷോപ്പ് വർക്കിംഗ് ഇൻ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഷോപ്സിൽ ഫേമസ് ആയിട്ടുള്ളതാണ് മിൽമയും നാഷണൽ ബുക്ക് സ്റ്റാളും. മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റം ഫസ്റ്റ് അപ്പിയർഡ് ചെയ്യുന്നത് UK-യിലാണ്. പിന്നെ അത് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ വരാൻ തുടങ്ങി. ഇൻ USA മൾട്ടിപ്പിൾ ഷോപ്പ് ഈസ് കോൾഡ് ചെയിൻ സ്റ്റോഴ്സ്. USA-യിലാണ് മൾട്ടിപ്പിൾ ഷോപ്സിന് ചെയിൻ ഷോപ്പ് എന്ന് പറയുന്നത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഷോപ്സ് ആണ്. ഈ മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ ഷോപ്പിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചറാണ് ഇറ്റ് ഈസ് എ ലാർജ് റീറ്റെയിൽ ഓർഗനൈസേഷൻ. അതൊരു ലാർജ് ആയിട്ടുള്ള റീറ്റെയിൽ ഓർഗനൈസേഷനാണ്. കാരണം ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ ലാർജ് ആണ്. ഇറ്റ് ഡീൽ ഇൻ വൺ ഓർ ലിമിറ്റഡ് വെറൈറ്റീസ് ഓഫ് ആർട്ടിക്കിൾസ്. വെറൈറ്റി ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇത് ലീഡ് ചെയ്യുന്നത്. Articles sold by all the branches of multiple shops are identical and at the same price. സെയിം പ്രൈസിലാണ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ ഈ ആർട്ടിക്കിൾസ് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഫുഡ് വെയർസ്, ഡ്രസ്സും ഒക്കെയാണ് ഈ മൾട്ടിപ്പിൾ ഷോപ്പിലൂടെ സോൾഡ് ചെയ്യുന്നത്. പിന്നെ ഈ മൾട്ടിപ്പിൾ ഷോപ്സിൽ പർച്ചേസ് ഒക്കെ സെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ഒക്കെ ഡീസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. സെൻട്രലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസ് മാത്രം ആയിരിക്കും പർച്ചേസ്. അതായത് പർച്ചേസിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക ഹെഡ് ഓഫീസ് ആയിരിക്കും. പക്ഷേ സെയിൽസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആ ഹെഡ് ഓഫീസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആയിരിക്കും. അതാണ് മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ ഒരു ഫീച്ചറാണത്. പിന്നെ മൾട്ടിപ്പിൾ ഷോപ്സ് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഒരു ന്യൂ ബ്രാഞ്ച് പെട്ടെന്ന് തന്നെ ഈസിലി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എക്സിസ്റ്റിംഗ് അൺപ്രോഫിറ്റബിലിറ്റി ബ്രാഞ്ച് ക്യാൻ ബി. അപ്പോൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ചിനെ ക്ലോസ് ചെയ്യാനും സാധിക്കും പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഫീച്ചറാണ് അത് ക്യാഷ് മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് ഇത് ഓർഗനൈസ്ഡ് ആണ്. ദ ലേഔട്ട് ആൻഡ് അതർ എക്സ്റ്റേണൽ അപ്പിയേഴ്സ് ഓഫ് ഓൾ ബ്രാഞ്ചസ് ഷോപ്പ് ആർ സിമിലിയർ. എല്ലാ ബ്രാഞ്ചസിൻ്റെയും ലേഔട്ട് സിമിലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഷോപ്പ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഗുഡ്സ് സ്യൂട്ടബിൾ ഫോർ എ മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റമാണ് നെക്സ്റ്റ്. എല്ലാ ടൈപ്പ് ഗുഡ്സും ഒരു മൾട്ടിപ്പിൾ ഷോപ്പിന് സൂട്ടബിൾ ആയിരിക്കില്ല. ഗുഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഗുഡ്സ് സൂട്ടബിൾ ഫോർ എ മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡെയിലി ലൈഫിൽ ഒരാൾക്ക് നെസസറി ആയിട്ടുള്ള ക്ലോത്തിങ്, ഫുഡ് സ്റ്റഫ്സ്, ഫുഡ് വെയേഴ്സ്, ഇതൊക്കെ ആയിരിക്കണം ഒരു മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിൽ സെയിൽ ചെയ്യുന്ന ആർട്ടിക്കിൾസ്. പിന്നെ ആർട്ടിക്കിൾസ് ഷുഡ് ഹാവ് എ റാപ്പിഡ്
ടേൺ ഓവർ, അതിനൊരു റാപ്പിഡ് ആയിട്ടുള്ള ടേൺ ഓവർ ഉണ്ടാവണം. ഗുഡ്സ് മസ്റ്റ് ബി എ പോർട്ടബിൾ ടൈപ്പ്, അതൊരു പോർട്ടബിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. ദേ ഷുഡ് ബി എ ബ്രാൻഡഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ്, ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആയിരിക്കണം. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള പ്രോഡക്റ്റ് മാത്രമേ മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിൽ സെയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ്. മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റം ഒരു ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനും ഹെഡ് ഓഫീസിന് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ പർച്ചേസിന് ഹെഡ് ഓഫീസിന് കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന് എല്ലാ അഡ്വാൻറ്റേജസും ഇതിന് ലഭിക്കുന്നുണ്ട്. അവിടെ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് ഗുഡ്സ് ആർ സോൾഡ് ഓൺലി ഫോർ ക്യാഷിൻ്റെ ബേസിസിൽ മാത്രം ഗുഡ്സ് സോൾവ് ചെയ്യുന്നതുകൊണ്ട് ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടാവില്ല. ഹെഡ് ഓഫീസിന് ഒരൊറ്റ അഡ്വർടൈസ്മെൻറ്റ്, എല്ലാ ബ്രാഞ്ചിനും കൂടി ആവശ്യമായിട്ടുള്ള ഒരൊറ്റ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചസും അണ്ടർ കൺട്രോൾഡ് ബൈ അതിൻ്റെ മാനേജ്മെൻറ്റുകൾ അണ്ടർ കൺട്രോൾഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഞ്ചിൽ ഗുഡ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ആവശ്യമുള്ള ബ്രാഞ്ചിൽ നിന്നും ആവശ്യമില്ലാത്ത ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. വൺ ബ്രാഞ്ചിൽ നിന്ന് സ്റ്റോക്ക് അതർ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ക്വിക്കായിട്ട് ടേൺ ഓവർ പോസിബിൾ ആണ്. കാരണം മൾട്ടിപ്പിൾ ഷോപ്സ് സെല് ചെയ്യുന്നത് നെസസറി ആർട്ടിക്കിൾസ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ ഷോപ്പ് സിസ്റ്റത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ന്യൂ ബ്രാഞ്ചസ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബ്രാഞ്ചസ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനും ഉള്ള ഫീച്ചർ അവർക്കുണ്ട്. ദി ഷോപ്പ് കമ്പൈൻ ദ ഫങ്ഷൻ ഓഫ് ഹോൾസെയിലിംഗ് ആൻഡ് റീറ്റെയിലിംഗ് ആൻഡ് എലിമിനേറ്റ് ദ ഹോൾസെയിലേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ദർ ഈസ് നോ പേഴ്സണൽ ടച്ച് വിത്ത് കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട സാധനങ്ങൾ സ്വയം എടുക്കുന്ന ഒരു സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ അവിടെ പേഴ്സണൽ കോണ്ടാക്റ്റ് തീരെയില്ല. കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകാത്തതുകൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ പ്രോഡക്ട്സും ഒരൊറ്റ ബ്രാൻഡിൻ്റെ മാത്രമാണ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവർക്ക് നീഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടാത്തതുകൊണ്ട് അവർ സാറ്റിസ്ഫൈ ആയിരിക്കില്ല. എല്ലാ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റും ഒരൊറ്റ ബ്രാൻഡിൻ്റെ ഉണ്ടാവുള്ളൂ. ഇറ്റ് കനോട്ട് പ്രൊവൈഡ് അട്രാക്റ്റീവ് സർവീസസ് ടു കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലാർജ് നമ്പർ ഓഫ് ഷോപ്പ് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് തന്നെ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഭയങ്കര ഹെവി ആയിരിക്കും ആ ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന സഡൻ ഫാഷൻ ആൻഡ് ചേഞ്ചസ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് ദർ മേ ബി എ പ്രോബ്ലം ഓഫ് ഡെഡ് സ്റ്റോക്ക് റിസൾട്ട് ഇൻ ഹെവി ലോസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്ന സമയത്തുള്ള പ്രോഡക്റ്റ് പിന്നെ അവിടെ സ്റ്റോക്കായിട്ട് കിടക്കും. അവയിൽ ഹെവി ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് മൾട്ടിപ്പിൾ ഷോപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ദ സ്റ്റാഫ് ഓഫ് ദ ബ്രാഞ്ചസ് ആർ പെയ്ഡ് എംപ്ലോയീസ് ആണ്. ദ ബ്രാഞ്ച് മാനേജേഴ്സ് ഹാവ് ടൈറ്റിൽ പവേഴ്സ്. ബ്രാഞ്ച് മാനേജേഴ്സിനായിരിക്കും എല്ലാത്തിൻ്റെയും ടൈറ്റിൽ പവർ ഉണ്ടാവുക. These are the disadvantages of multiple shop